കല്ലൂർ മംഗലം തണ്ടിൽ ചാരായം വാറ്റുന്നതിനിടെ പാചകവാതകം ചോർന്ന് തീപിടുത്തം. 1.5 ഏക്കർ റബ്ബർ തോട്ടം കത്തിനശിച്ചു. പ്രളയത്തിൽ വീട് നഷ്ടമായതോടെ തൊഴുത്തിന് സമാനമായ ഒറ്റമുറി വീട്ടിൽ താമസമാക്കി ഒരു കുടുംബം. പശുവിനും ആടിനും താറാവിനുമൊപ്പം അന്തിയുറങ്ങുകയാണ് അന്തിക്കാട്ടെ ആറംഗ കുടുംബം. ഗുരുവായൂർ നഗരസഭയുടെ അമൃത് പദ്ധതിയിലെ കാന നിർമ്മാണ നാട്ടുകാർ തടഞ്ഞു. നിർമ്മാണത്തിനിടെ കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടുന്നത് പതിവായതിനെ തുടർന്നാണ് കാന നിർമ്മാണം തടഞ്ഞത്. ചെറുതുരുത്തി തടയണയിലൂടെ വെള്ളം ചോരുന്നു. ദിനംപ്രതി ഒഴുകിപ്പോകുന്നത് ആയിരക്കണക്കിന് ലിറ്റർ വെള്ളം. നമസ്കാരം. വാർത്തകൾ വിശദമായി. കല്ലൂർ മംഗലം തണ്ടിൽ ചാരായം വാറ്റുന്നതിനിടെ പാചകവാതകം ചോർന്ന് തീപിടുത്തം. 1.5 ഏക്കർ റബ്ബർ തോട്ടം കത്തിനശിച്ചു. വനമേഖലയോട് ചേർന്നുള്ള പ്രദേശത്ത് റബ്ബർ തോട്ടത്തിൽ തീ പടരുന്നത് കണ്ട നാട്ടുകാർ രക്ഷാപ്രവർത്തനത്തിനിടെയാണ് ചാരായം വാറ്റ് കേന്ദ്രം കണ്ടെത്തിയത്. ചാരായം വാറ്റുന്നതിനിടെയാണ് തീപിടുത്തമെന്ന് പുതുക്കാട് നിന്നെത്തിയ ഫയർഫോഴ്സ് സ്ഥിരീകരിച്ചു. രക്ഷാപ്രവർത്തനത്തിനെത്തുമ്പോൾ ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് തീ പടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ചാരായം വാറ്റുന്നതിനുള്ള വാഷ്, 2 ചാക്ക് ശർക്കര, പാത്രങ്ങൾ, ഗ്യാസ് സ്റ്റൗ എന്നിവ സമീപത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. വാറ്റ് സംഘത്തിലെ അംഗങ്ങൾ തീപിടുത്തമുണ്ടായപ്പോൾ ഓടി രക്ഷപ്പെട്ടിരിക്കാമെന്നാണ് പ്രാഥമിക നിഗമനം. ചാരായം വാറ്റുന്ന സ്ഥലത്ത് നിന്ന് സംഘം മാറിയപ്പോൾ തീ പടർന്നതാകാനും സാധ്യതയുണ്ട്. വിദേശത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ പേരിലുള്ള സ്ഥലത്താണ് വാറ്റ് നടന്നിരുന്നത്. 2 വർഷത്തിലേറെയായി ടാപ്പിംഗ് നടക്കാതിരിക്കുന്ന റബ്ബർ തോട്ടം കാട് കയറിയ നിലയിലാണ്. റബ്ബർ തോട്ടത്തിന്റെ ഏറ്റവും പിറകിലുള്ള ഭാഗത്തായതിനാൽ പുറം ലോകവുമായി ബന്ധമില്ലാതെയാണ് വാറ്റ് നടക്കുന്നത്. തോട്ടത്തിനുള്ളിൽ നിന്ന് തീയുയർന്നപ്പോൾ മാത്രമാണ് നാട്ടുകാർ വിവരമറിയുന്നത്. രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെയാണ് സിലിണ്ടർ കത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. സിലിണ്ടറിന്റെ റെഗുലേറ്റർ കത്തിയുരുകിയ നിലയിലായിരുന്നു. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. 2 മണിക്കൂർ കൊണ്ടാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. പുതുക്കാട് പോലീസ്, എക്സൈസ് സംഘം എന്നിവരും സ്ഥലത്തെത്തി. 1000 ലിറ്ററോളം വാഷ് എക്സൈസ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്ത് വെച്ച് നശിപ്പിച്ചു. പുതുക്കാട് ഫയർഫോഴ്സ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ലോഹിതൻ, ലീഡിംഗ് ഫയർമാൻ സുനിൽ, ഫയർമാൻമാരായ അഭിലാഷ്, നിമിഷ്, അജാസുദ്ദീൻ, വിജോയ്, ഹോംഗാർഡ്സ് രാജീവ്, പുതുക്കാട് ഫയർഫോഴ്സ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ലോഹിതൻ, ലീഡിംഗ് ഫയർമാൻ സുനിൽ, ഫയർമാൻമാരായ അഭിലാഷ്, നിമിഷ്, അജാസുദ്ദീൻ, വിജോയ്, ഹോംഗാർഡ് രാജീവ് എന്നിവർ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. TCV പുതുക്കാട്. പശുവിനും ആടിനും താറാവിനുമൊപ്പം അന്തിയുറങ്ങി അന്തിക്കാട്ടെ ആറംഗ കുടുംബം. പ്രളയത്തിൽ വീട് നഷ്ടമായതോടെ തൊഴുത്തിന് സമാനമായ ഒറ്റമുറി വീട്ടിൽ കണ്ണീരുണ്ടുറങ്ങുകയാണ് ഈ കുടുംബം. അന്തിക്കാട് തങ്കമണിയുടെയും കുടുംബത്തിന്റെയും ദയനീയ ജീവിതത്തിന്റെ ആഴം പങ്കുവയ്ക്കാൻ വാക്കുകൾ തികയാതെ വരികയാണ്. വിങ്ങുന്ന മനസ്സോടുകൂടി മാത്രമേ ഈ കാഴ്ചകൾ ഏറ്റുവാങ്ങാനാകൂ. പ്രളയത്തിൽ വീട് തകർന്നതോടെ ആലംബമറ്റ ഈ കുടുംബം അന്തിക്കാട് ആൽ സെന്ററിലെ ശിവക്ഷേത്രത്തിനു സമീപമുള്ള കോൾപ്പാടത്തിനടുത്ത് ഒറ്റമുറിയിൽ കഴിയുകയാണ്. ഗൃഹനാഥയായ ചെമ്പകശ്ശേരി വീട്ടിൽ തങ്കമണിയുടെ ഇളയ മകനും ഭാര്യയും 2 പെൺകുട്ടികളും മകന്റെ ഭാര്യാമാതാവുമടക്കം 6 പേരാണ് നിസ്സഹായതയുടെ ആൾരൂപങ്ങളായി ഇവിടെ ജീവിക്കുന്നത്. പ്രളയത്തിൽ ആകെയുണ്ടായിരുന്ന ഓലവീട് നശിച്ചു. പഞ്ചായത്തിൽ നിന്നും 10,000 രൂപയും ടെന്റ് അടിക്കാനുള്ള ധനസഹായവും മാത്രമാണ് ഇവർക്ക് ലഭിച്ചത്. അപേക്ഷ നൽകിയെങ്കിലും ഇവർക്ക് മാത്രം വീടിനുള്ള തുക ലഭിച്ചില്ലെന്നാണ് പരാതി. വെള്ളത്തിൻ്റെ ഇത് ഇറങ്ങാൻ കഴിഞ്ഞപ്പോൾ 1 ടീസ്പൂൺ പോലും ഇല്ലാണ്ട് ഉടുതുണി പോലും ഉണ്ടായില്ല. എല്ലാം നഷ്ടം വന്നു പോയി. ഇപ്പോൾ ഞങ്ങൾ പഞ്ചായത്തിലെല്ലാം എല്ലായിടത്തും എഴുതി കൊടുക്കാൻ പിടിക്കുകയൊക്കെ ചെയ്തിട്ടും അവരിതിനെ പറ്റി ഒന്നും തരാനെടുക്കാനുള്ള സാധ്യതയില്ല എന്നാണ് പറയണത്. നമ്മൾ ഇങ്ങനെ കഷ്ടതയും ദുരിതം ആയിട്ടിരിക്കുന്നു. പണിക്ക് പോകാനുമുള്ള ഔതുമില്ല, വയ്യ. അമ്മമാരായ 2 പേർക്കും നട്ടെല്ലിന് അസുഖമുള്ളവരാണ്. മകൻ ഷാജു വർക്ക്ഷോപ്പ് ജീവനക്കാരനായിരുന്നു. എന്നാൽ നട്ടെല്ലിനും കാലിനും തളർച്ച അനുഭവപ്പെട്ട് ജോലി നിർത്തേണ്ടി വന്നു. പാടത്ത് ട്രാക്ടർ ഓടിച്ചും നെല്ല് കയറ്റാൻ സഹായിച്ചും കിട്ടുന്ന ചെറിയ തുകയും അമ്മ തങ്കമണിക്ക് കിട്ടുന്ന വിധവാ പെൻഷനും കൊണ്ടാണ് ഈ ആറംഗ കുടുംബം ജീവിക്കുന്നത്. അന്തിക്കാട് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനികളായ അപർണയും ഐശ്വര്യലക്ഷ്മിയും ഈ ദുരിതക്കയത്തിൽ നിന്നാണ് സ്കൂളിൽ പോകുന്നത്. ഷാജു പണിക്ക് പോയി ലഭിച്ച തുക സ്വരുക്കൂട്ടി ഒരു തറയെങ്കിലും പണിയാനുള്ള ശ്രമം നടത്തിയെങ്കിലും നടന്നില്ല. ഭക്ഷണം ഇപ്പോൾ താമസിക്കുന്ന ടെന്റിനോട് ചേർന്ന് വേലി അരികിലാണ് പാകം ചെയ്യുന്നത്. പശുവിനും ആടിനും താറാവിനും ഉണ്ടായിരുന്ന കൂടും തൊഴുത്തും പ്രളയമെടുത്തതോടെ അവയും അനാഥരായി. ചൂട് കനത്തതോടെ കുടുംബത്തിനൊപ്പമാണ് ആടും താറാവുമെല്ലാം. കെട്ടിയിട്ട ആടുകൾക്കൊപ്പമാണ് ഈ കുടുംബത്തിന്റെ ഉറക്കം. ആകെയുള്ള കുഞ്ഞിമുറിയിൽ അടച്ചുറപ്പില്ലാത്ത സ്ഥലത്താണ് 2 വിദ്യാർത്ഥിനികളടക്കം
5 സ്ത്രീകളും ഒരു പുരുഷനും കഴിയുന്നത്. നിരവധി വാതിലുകൾ മുട്ടിയെങ്കിലും അധികൃതർ കനിഞ്ഞില്ല. തന്റെ പേരിലുള്ള വസ്തുവാണ് ഇതെന്ന് തങ്കമണി ഉറപ്പിച്ചു പറയുമ്പോഴും ഇവരുടേത് കൂട്ടുസ്വത്താണെന്നും മറ്റ് സഹോദരന്മാർക്ക് കൂടി ഇതിൽ അവകാശമുള്ളതിനാലാണ് ഒരു പദ്ധതിയിലും പെടുത്തി വീടിനുള്ള സഹായം അനുവദിക്കാൻ സാധ്യമാകാത്തതെന്നും അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് AV ശ്രീവത്സൻ പറയുന്നു. സാങ്കേതിക തടസ്സങ്ങൾ നീക്കി ഈ കുടുംബത്തിന്റെ ദയനീയാവസ്ഥ പരിഹരിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. കാണാൻ കണ്ണും കേൾക്കാൻ ചെവിയുമുള്ളവർ ഈ സങ്കടം തിരിച്ചറിയുമെന്നാണ് ഈ കുടുംബത്തിന്റെ പ്രതീക്ഷ. TCV അന്തിക്കാട്. ഗുരുവായൂർ നഗരസഭയുടെ അമൃത് പദ്ധതിയിലെ കാന നിർമ്മാണം നാട്ടുകാർ തടഞ്ഞു. നിർമ്മാണത്തിനായി കുഴിയെടുക്കുമ്പോൾ കുടിവെള്ള പൈപ്പ് പൊട്ടുന്നത് പതിവായതിനെ തുടർന്നാണ് നാട്ടുകാരുടെ പ്രതിഷേധം. പഞ്ചാരമുക്ക് റോഡിൽ കോയ ബസാറിലാണ് കുടിവെള്ള പൈപ്പ് പൊട്ടിയത്. പൈപ്പ് പൊട്ടി ജലമൊഴുകി സമീപത്ത് വറ്റിവരണ്ട് കിടന്നിരുന്ന പൊട്ടക്കുളം നിറഞ്ഞൊഴുകി. കാന നിർമ്മാണത്തിനായി കുഴിയെടുത്ത 1/2 കിലോമീറ്റർ ദൂരത്തിൽ 2 അടി താഴ്ചയിൽ വെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നു. ഇതറിഞ്ഞാണ് അങ്ങാടിത്താഴം മേഖലയിൽ കുടിവെള്ളക്ഷാമത്തിനെതിരെ നാട്ടുകാർ ചേർന്ന് രൂപീകരിച്ച വാട്ടർ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ സ്ഥലത്തെത്തിയത്. വാട്ടർ അതോറിറ്റിയിലെത്തി പരാതി പറഞ്ഞെങ്കിലും ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കിയില്ല. ഇതോടെ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ സംഘടിച്ചെത്തി കാന നിർമ്മാണം തടയുകയായിരുന്നു. തുടർന്ന് വാട്ടർ അതോറിറ്റിയിലേക്ക് മാർച്ച് നടത്താൻ തയ്യാറെടുക്കുമ്പോഴേക്കും ഉദ്യോഗസ്ഥരെത്തി പൊട്ടിയ പൈപ്പ് നന്നാക്കാൻ ആരംഭിച്ചു. കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്ന സമയത്ത് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം പാഴായത്. അമൃത് കുടിവെള്ള വിതരണ പദ്ധതിയുടെയും അമൃത് കാന നിർമ്മാണ പദ്ധതിയുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ നഗരത്തിൽ പലയിടത്തും കുടിവെള്ള പൈപ്പ് പൊട്ടുന്നത് പതിവായിരിക്കുകയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഒരാഴ്ചയോളമായി അങ്ങാടിത്താഴം മേഖലയിൽ കുടിവെള്ളം ലഭിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ശുദ്ധജലക്ഷാമത്തെ തുടർന്ന് അങ്ങാടിത്താഴം മേഖലയിലെ വിദ്യാർത്ഥികൾ കുളിക്കാൻ പോലും ആകാതെയാണ് പരീക്ഷയ്ക്ക് പോകുന്നതെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. ഇതിനിടയിലാണ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം കുടിവെള്ളം പാഴാക്കി കളയുന്നത്. വാട്ടർ അതോറിറ്റി അനാസ്ഥ തുടരുകയാണെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു. വാട്ടർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഇത്രയും വെള്ളം ഒഴുകി പോയിട്ട് ഇവിടെ ഒരു കുളം പോലെ ആയിട്ടുള്ള കിടക്കുന്നത്. ഇതിനെതിരെ ജനങ്ങൾ ശക്തിയായിട്ട് പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ഭാരവാഹികളായ നൌഷാദ് അഹമ്മു, ഷഫീഖ് അങ്ങാടിത്താഴം, അഷ്റഫ് കാളിയത്ത്, ഷാജഹാൻ കാരക്കാട് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. TCV ന്യൂസ്, ഗുരുവായൂർ. പ്രളയത്തെ തുടർന്ന് മണ്ണൊലിച്ചുപോയ ചെറുതുരുത്തി തടയണയിലൂടെ വെള്ളം ചോരുന്നു. പ്രളയത്തിൽ ഭാരതപ്പുഴ ഗതി മാറിയൊഴുകിയതിനെ തുടർന്ന് ചെറുതുരുത്തി ഭാഗത്ത് വലിയ ഗർത്തം രൂപപ്പെട്ടിരുന്നു. ഈ ഗർത്തത്തിലേക്കാണ് തടയണയിലെ വെള്ളം ഒലിച്ചിറങ്ങുന്നത്. ഇതിനെ തുടർന്ന് തടയണയുടെ സൈഡ് ഭിത്തിയിൽ ജലം ഒഴിഞ്ഞു പോകാനായി ദ്വാരം ഉണ്ടാക്കിയിരിക്കുകയാണ് അധികൃതർ. ഈ ദ്വാരത്തിലൂടെ ദിനം പ്രതി ആയിരക്കണക്കിന് ലിറ്റർ ജലമാണ് പാഴായി പോകുന്നത്. ജലം ചോർന്നൊലിക്കുന്നത് മൂലം ചെറുതുരുത്തി ഷൊർണൂർ മേഖലയിൽ വെള്ളം ആവശ്യത്തിന് ലഭിക്കാതെ വരും. ഇതേ അവസ്ഥയാണ് പൈങ്കുളം വാഴാലിപ്പാടം ഉരുക്ക് തടയണയിലും സംഭവിച്ചിരിക്കുന്നത്. ചെറുതുരുത്തി തടയണയുടെ ഭിത്തികൾ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ അധികൃതർ കൈക്കൊള്ളണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഈ വേനൽ കടുത്ത സമയത്ത് ആ തടയണയുടെ സൈഡിൽ കൂടെ വെള്ളം ഒലിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അത് കെട്ടി സംരക്ഷിച്ചാൽ ഇവിടുത്തെ ജനങ്ങളുടെ വെള്ളത്തിൻ്റെ ക്ഷാമം ഒരു പരിധിവരെ കുറയുമെന്ന് അഭിപ്രായമുണ്ട്. കഴിഞ്ഞ വർഷം വരെ വേനൽക്കാലത്ത് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലും ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലും വെള്ളം ലഭിക്കാതെ ജനങ്ങൾ വലിയ ദുരിതം നേരിട്ടിരുന്നു. ഈ തടയണ വന്നതോടുകൂടിയാണ് വേനൽക്കാലത്ത് വെള്ളം സുലഭമായി കിട്ടിത്തുടങ്ങിയത്. TCV ന്യൂസ്, ചെറുതുരുത്തി. അന്തരിച്ച സിനിമാ നിർമ്മാതാവും പ്രൊഡക്ഷൻ കൺട്രോളറുമായ ഷഫീർ സേട്ടിന്റെ മൃതദേഹം ഖബറടക്കി. ജോഷി സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന്റെ സെറ്റിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ഷഫീറിനെ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചാപ്റ്റേഴ്സ്, ഒന്നും മിണ്ടാതെ, ആത്മകഥ എന്നീ സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള ഷഫീർ സേട്ട് നാദിർഷാ സംവിധാനം ചെയ്യുന്ന മേരാനാം ഷാജി ഉൾപ്പെടെ 8ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ആമ്പല്ലൂർ പാലപ്പിള്ളി റോഡിൽ അപകടക്കെണിയായ കാനകൾ സ്ലാബിട്ട് മൂടുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 22 ലക്ഷം രൂപയോളം ചിലവഴിച്ച് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. മെക്കാഡം ടാറിംഗ് പൂർത്തീകരിച്ച ആമ്പല്ലൂർ മുതൽ പള്ളിക്കുന്ന് വരെയുള്ള വിവിധ ഭാഗങ്ങളിലും വരന്തരപ്പിള്ളി കപ്പേളയ്ക്ക് മുൻപിലും വേലൂപ്പാടം കിണർ സ്റ്റോപ്പിലുമാണ് കാന നിർമ്മാണം നടത്തുന്നത്. അപകടങ്ങൾ പതിവായ പുളിഞ്ചോട് മുതൽ കളക്കല് വരെയുള്ള ഭാഗങ്ങളിൽ കാനകൾ സ്ലാബിട്ട് മൂടുന്നതിനും വരാക്കര ക്ഷേത്രം മുതൽ പള്ളിക്കുന്ന് വരെയുള്ള റോഡിന്റെ ഇരുഭാഗങ്ങളിൽ
പുതിയ കാന നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങളുമാണ് നടക്കുന്നത്. 1 വർഷം മുൻപ് മെക്കാഡം ടാറിംഗ് പൂർത്തീകരിച്ചെങ്കിലും റോഡിന്റെ ഇരുവശത്തുള്ള കാനകൾ തുറന്നിട്ടിരിക്കുകയായിരുന്നു. അമിത വേഗതയിൽ വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനടയാത്രക്കാർക്ക് മാറി നിൽക്കാൻ ഇടമില്ലാത്ത തരത്തിലായിരുന്നു കാനകൾ തുറന്നുകിടന്നത്. ബസ്സിൽ നിന്നിറങ്ങുന്ന യാത്രക്കാർ കാനയിൽ വീഴുന്നതും പതിവായിരുന്നു. രാത്രികാലങ്ങളിൽ ഇരുചക്രവാഹനങ്ങൾ കാനയിൽ വീണ് അപകടങ്ങൾ സംഭവിച്ചിരുന്നു. അപകടങ്ങൾ പതിവായിട്ടും അധികൃതർ നടപടിയെടുക്കാതായതോടെ മനുഷ്യാവകാശ സംരക്ഷണ പ്രവർത്തകർ പ്രതിഷേധ സമരവുമായി രംഗത്തെത്തിയിരുന്നു. സംഘടനാ ഭാരവാഹികളായ സുകുമാരൻ പാലപ്പിള്ളി, സുരേഷ് ചെമ്മനാടൻ എന്നിവർ വകുപ്പ് മന്ത്രിക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയിരുന്നു. എത്രയും വേഗം കാന നിർമ്മാണം പൂർത്തീകരിച്ച് റോഡ് സുരക്ഷിതമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. TCV പുതുക്കാട്. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. കാട്ടൂരിൽ പ്രളയത്തിൽ തകർന്ന വീട് നിർമ്മിക്കാൻ വൃദ്ധയ്ക്ക് മതിയായ തുക അനുവദിച്ചില്ലെന്ന് പരാതി. കാട്ടൂർ തേക്കുമുല സ്വദേശിനി 74 വയസ്സുള്ള വള്ളിയമ്മയ്ക്കാണ് സർക്കാർ വീട് നിർമ്മിക്കാൻ ആവശ്യമായ പണം നൽകിയില്ലെന്ന് ആരോപിക്കുന്നത്. കഴിഞ്ഞ പ്രളയത്തിൽ വള്ളിയമ്മയുടെ വീട്ടിൽ പൂർണ്ണമായും വെള്ളം കയറുകയും വീടിന് ബലക്ഷയം സംഭവിക്കുകയും ചെയ്തിരുന്നു. പ്രളയശേഷം ഇവരും കുടുംബവും സമീപത്തെ വീടുകളിലാണ് താമസിച്ചിരുന്നത്. പരിശോധനയ്ക്ക് ശേഷം ആവശ്യമായ തുക അനുവദിക്കുമെന്നും വീടിന്റെ പുനർനിർമ്മാണം ആരംഭിക്കാനും വാർഡ് മെമ്പർ പറഞ്ഞതായി വള്ളിയമ്മ പറഞ്ഞു. പറഞ്ഞിട്ടാണ് ഞങ്ങൾ പൊളിച്ചത്. മെയിൻ്റനൻസിൻ്റെ ആവശ്യമെന്നുള്ളതാണ് 2 ലക്ഷം രൂപ. ഇപ്പം അത് ഞങ്ങൾക്ക് 2 ലക്ഷം കിട്ടിയിട്ട് ഒരു കാര്യം നടക്കില്ല. ഇനി ചെയ്യുന്നത് ഇനി കളക്ടർ ഓഫീസിൽ പോയിട്ട് ചെയ്യുന്നത്. 4 സെന്റ് സ്ഥലത്തെ പഴയ വീട് പൊളിച്ചു മാറ്റി പുതിയ വീട് നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. തുക ലഭിക്കുന്നതിനായി വില്ലേജിൽ അപേക്ഷ നൽകിയപ്പോൾ മാത്രമാണ് വീട് നിർമ്മാണത്തിന് 2.5 ലക്ഷം മാത്രമാണ് പാസ്സായതെന്ന് അറിയുന്നത്. പരിശോധനയിൽ ഉദ്യോഗസ്ഥർ ഭാഗികമായി കേടുപാട് പറ്റി എന്ന് രേഖപ്പെടുത്തിയതാണ് ഈ നിർധന കുടുംബത്തിന് വിനയായത്. പുതുക്കാട് മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൊതുസ്ഥലങ്ങളിൽ അനധികൃതമായി സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകളും പോസ്റ്ററുകളും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നീക്കം ചെയ്തു. ആമ്പല്ലൂർ, വെണ്ടോർ, തൊട്ടിപ്പാൾ എന്നിവിടങ്ങളിലാണ് പോസ്റ്ററുകൾ നീക്കം ചെയ്തത്. പൊതുസ്ഥാപനങ്ങളുടെ മതിലിൽ പതിച്ച ചുമരെഴുത്തുകൾ കരിയോയിൽ ഒഴിച്ച് മായ്ച്ചു കളയുകയും ഇലക്ട്രിക് പോസ്റ്റുകളിൽ പതിച്ച സ്ഥാനാർത്ഥികളുടെ ചിഹ്നങ്ങൾ ഉദ്യോഗസ്ഥർ കീറിക്കളയുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതിന് ശേഷം പുതുക്കാട് മണ്ഡലത്തിൽ ദിവസവും 2000-ഓളം പോസ്റ്ററുകൾ നീക്കം ചെയ്തതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. വലിയ ഫ്ലക്സ് ബോർഡുകൾ അതാത് പാർട്ടിക്കാരോട് തന്നെ നീക്കം ചെയ്യാനും നിർദ്ദേശമുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ച ആന്റി ഡിസൈൻമെന്റ് സ്ക്വാഡാണ് പോസ്റ്ററുകൾ നീക്കം ചെയ്യുന്നത്. തുടർ ദിവസങ്ങളിൽ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. അടുത്ത 5 വർഷം UPA സർക്കാർ ഇന്ത്യ ഭരിക്കുമെന്നും രാഹുൽ ഗാന്ധി തന്നെ പ്രധാനമന്ത്രിയാകുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് ഉള്ളതെന്നും ആലത്തൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്. വടക്കാഞ്ചേരി പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ടു ദി കാൻഡിഡേറ്റ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അവർ. ആലത്തൂർ ലോക്സഭാ മണ്ഡലം ജയിക്കാനായാൽ വ്യവസായ രംഗത്ത് സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും. അപ്രതീക്ഷിതമായി ലഭിച്ച സ്ഥാനാർത്ഥിത്വത്തിൽ സന്തോഷമുണ്ടെന്നും വിജയിച്ചാൽ ജനങ്ങൾക്കു വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്നും രമ്യ ഹരിദാസ് പറഞ്ഞു. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഫ്ലൈയിംഗ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ വാഹന പരിശോധന നടത്തി. വോട്ടർമാരെ സ്വാധീനിക്കാനായി രേഖകളില്ലാതെ പണം കൊണ്ടുപോകുന്നുണ്ടോ എന്നും മദ്യം, ആയുധം എന്നിവ കടത്തുന്നുണ്ടോ എന്നും പരിശോധിച്ചു. പരിശോധന നടത്തി എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് AK ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. ഗുരുവായൂർ മണ്ഡലത്തിന്റെ വിവിധയിടങ്ങളിൽ സംഘം പരിശോധന നടത്തി. തൃശൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി TN പ്രതാപന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം അന്തിക്കാട് മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. DCC വൈസ് പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് VK മോഹനൻ അധ്യക്ഷത വഹിച്ചു. KPCC മെമ്പർ സുനിൽ അന്തിക്കാട്, DCC ജനറൽ സെക്രട്ടറിമാരായ KG സേതുമാധവൻ, അനിൽ പുളിക്കൽ, നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് K ദിലീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മാലിന്യ കൂമ്പാരമായി വടക്കാഞ്ചേരി ചാലിപ്പാടം റോഡരികിലെ ആളൊഴിഞ്ഞ പറമ്പിലാണ് മാലിന്യ കിറ്റുകൾ കൂമ്പാരമായത്.
മാലിന്യ കൂമ്പാരം മൂലം പരിസരത്തെ വീടുകളിൽ ദുർഗന്ധം മൂലം ഇരിക്കാനാകാത്ത അവസ്ഥയാണ്. വേനൽ മഴ പെയ്താൽ സമീപത്തെ കിണറുകളിലും വടക്കാഞ്ചേരി പുഴയിലും വെള്ളം ഇറങ്ങി ജലം മാലിന്യം കലർന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അധികൃതർക്ക് പരാതികൾ നൽകിയെങ്കിലും പരിഹാരമായിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ജലക്ഷാമത്തിന് പരിഹാരം കാണാൻ കോടാലി പൂവാലിത്തോട്ടിൽ നിർമ്മിച്ച തടയണ നോക്കുകുത്തിയായി. മഴക്കാലത്ത് തോട്ടിലെ നീരൊഴുക്ക് തടസ്സപ്പെട്ട് സമീപത്തെ വീടുകൾ വെള്ളക്കെട്ടിലാകുമെന്നതല്ലാതെ വെള്ളം സംഭരിച്ചു നിർത്താനുള്ള സംവിധാനം തടയണയ്ക്കില്ല. കൊടകര വെള്ളിക്കുളങ്ങര റോഡിൽ കോടാലിക്കും കിഴക്കേ കോടാലിക്കും മധ്യയുള്ള പൂവാലിത്തോട് പാലത്തിന് സമീപമാണ് വർഷങ്ങൾക്ക് മുൻപ് തടയണ നിർമ്മിക്കപ്പെട്ടത്. ഇഞ്ചക്കുണ്ട് മേഖലയിൽ നിന്നുത്ഭവിച്ച് എരപ്പൻപാറ, പെരുമ്പിള്ളിച്ചിറ, പുത്തനോളി, മുരിക്കുങ്ങൽ, കോടാലി എന്നിവിടങ്ങളിലൂടെ ഒഴുകി മാങ്കുറ്റിപ്പാടത്ത് വെച്ച് വെള്ളിക്കുളം വലിയ തോടുമായി ചേരുന്ന പൂവാലിത്തോട് വേനൽക്കാലത്ത് വറ്റി വരളും. തോട് വറ്റുന്നതോടെ സമീപ പ്രദേശങ്ങളിലെ കിണറുകളിൽ ജലനിരപ്പ് താഴുകയും കുടിവെള്ളക്ഷാമം രൂക്ഷമാവുകയും ചെയ്യും. ഇതിനു പരിഹാരമായാണ് തടയണ നിർമ്മിക്കപ്പെട്ടത്. വേനൽ ആരംഭത്തിൽ തടയണയിൽ വെള്ളം സംഭരിച്ചു നിർത്തി മേഖലയിലെ ജലക്ഷാമം പരിഹരിക്കാൻ ലക്ഷ്യമിട്ടാണ് 2 പതിറ്റാണ്ട് മുമ്പ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച ഫണ്ട് വിനിയോഗിച്ച് തടയണ നിർമ്മാണം പൂർത്തിയാക്കിയത്. തടയണയിലേക്ക് വെള്ളിക്കുളം വലിയ തോട്ടിലെ കോപ്ലിപ്പാടം ക്രോസ് ബാറിൽ നിന്ന് വെള്ളം എത്തിക്കാനുള്ള പദ്ധതിയും പിന്നീട് ആവിഷ്കരിക്കപ്പെട്ടു. ക്രോസ് ബാറിൽ സംഭരിച്ചു നിർത്തിയിരിക്കുന്ന വെള്ളം കൈത്തോട് വഴി നിലമ്പതി പ്രദേശത്ത് എത്തിച്ച ശേഷം വെള്ളിക്കുളങ്ങര കൊടകര റോഡരികിലെ തോട് വഴി പൂവാലിത്തോട് തടയണയിലേക്ക് ഒഴുക്കുന്ന പദ്ധതിയാണ് പിന്നീട് നടപ്പാക്കിയത്. എന്നാൽ പ്രാരംഭഘട്ടത്തിൽ 1-2 തവണ ഇങ്ങനെ വെള്ളം എത്തിച്ചതൊഴിച്ചാൽ കഴിഞ്ഞ 12 വർഷത്തോളമായി ഈ സംവിധാനത്തിലൂടെ വെള്ളം എത്തിയിട്ടില്ല. ഈ പൂവാലിത്തോട്ടിൽ ഈ തടയണ നിർമ്മിച്ചത് തന്നെ കിഴക്ക് കോടാലി വലിയ തോട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് ഇവിടെ ചാടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പൂവാലിത്തോട്ടിൽ വെള്ളം പറ്റി ഈ പ്രദേശം മുഴുവൻ വറ്റി വരണ്ട് കിണറിൽ വെള്ളമില്ല. ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഈ കൊല്ലം ഈ പ്രദേശത്തുള്ള ആളുകളെ എല്ലാവരും ഒപ്പ് ശേഖരിച്ച് പഞ്ചായത്തിൽ നമ്മൾ ഇതിനു വേണ്ടി പരാതി കൊടുത്തിട്ടുള്ളതാണ്. കോപ്ലിപ്പാടം ക്രോസ് ബാറിൽ നിന്ന് പൂവാലിത്തോട് തടയണയിലേക്കുള്ള കൈത്തോടുകൾ പുല്ലു വളർന്നതും മണ്ണ് വീണും നികന്നുപോയ നിലയിലാണ്. തടയണയുടെ മരപ്പലകകൾ നശിച്ചു പോയിട്ട് വർഷങ്ങളായി. പ്രളയസമയത്തെ ശക്തമായ കുത്തൊഴുക്കിൽ തടയണയുടെ ഒരു വശത്തെ കരിങ്കൽ കെട്ടും ഒലിച്ചുപോയി. തടയണ അറ്റകുറ്റപ്പണി നടത്തുകയും കൈത്തോടുകൾ പുനരുദ്ധരിച്ച് കോപ്ലിപ്പാടം ക്രോസ് ബാറിൽ നിന്ന് തടയണയിലേക്ക് വെള്ളം എത്തിക്കാനും നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV കൊടകര. കർഷകരുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയെന്നാരോപിച്ച് ചാലക്കുടി നഗരസഭ കൌൺസിൽ യോഗത്തിൽ നിന്നും പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. 42 രൂപയുടെ സബ്സിഡി വിതരണം ചെയ്യാത്തത് ഫണ്ട് വകമാറ്റി ചെലവ് ചെയ്തതിനാലാണെന്ന് ആരോപിച്ചായിരുന്നു പ്രതിപക്ഷ നേതാവ് VO പൈലപ്പിന്റെ നേതൃത്വത്തിൽ UDF അംഗങ്ങൾ ഇറങ്ങിപ്പോയത്. എന്നാൽ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ യഥാസമയം ബില്ലുകൾ നൽകാതിരുന്നതുകൊണ്ടാണ് സബ്സിഡി നൽകാൻ കഴിയാത്തതെന്ന് ചെയർപേഴ്സൺ ജയന്തി പ്രവീൺകുമാർ പറഞ്ഞു. ബില്ലുകൾ കൃത്യമായി ഹാജരാക്കാത്ത അസിസ്റ്റന്റ് കൃഷി ഓഫീസറോട് വിശദീകരണം ആവശ്യപ്പെടുമെന്ന് വൈസ് ചെയർമാൻ വിൽസൺ പാണാട്ടുപറമ്പിൽ അറിയിച്ചു. മലയാണ്മയെ ഹൃദയത്തോളം സ്നേഹിച്ച കുഞ്ഞുണ്ണി മാഷുടെ ഓർമ്മകൾക്ക് മുന്നിൽ പുഷ്പങ്ങളുമായി കുരുന്നുകളെത്തി. ജവഹർ ബാലവിഹാർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച 13ാം അനുസ്മരണ ചടങ്ങിലാണ് കുട്ടികൾ കുഞ്ഞുണ്ണി കവിതകൾ ഓർത്തെടുത്തത്. കുഞ്ഞുണ്ണി മാഷുടെ വലപ്പാട് അതിയാരത്ത് തറവാട് വീടിനോട് ചേർന്നുള്ള സ്മൃതി കുടീരത്തിൽ പതിവ് പോലെ ഇത്തവണയും കുഞ്ഞുണ്ണി മാഷിനോടുള്ള ആദരവ് പ്രകടിപ്പിക്കുവാൻ കുട്ടികളെത്തിയത്. ജവഹർ ബാലവിഹാർ ജില്ലാ കമ്മിറ്റിയാണ് അനുസ്മരണത്തിനായി വേദിയൊരുക്കിയത്. കുഞ്ഞുണ്ണി കവിത ചൊല്ലി കഥാകൃത്ത് അഷ്റഫ് അമ്പയിൽ അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു. ജവഹർ ബാലവിഹാർ ജില്ലാ പ്രസിഡന്റ് ആന്റോ തുറയൻ ചൊല്ലിക്കൊടുത്ത കുഞ്ഞുണ്ണി കവിതകൾ കുട്ടികൾ ഏറ്റുചൊല്ലി. കുട്ടികൾക്കൊപ്പം കുഞ്ഞുണ്ണി മാഷുടെ അനന്തരവൻ വിജയൻ, ജവഹർ ബാലവിഹാർ സംസ്ഥാന പ്രസിഡന്റ് PB സത്യൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഗീതാദാസ്, TV ഷൈൻ തുടങ്ങിയവരുമുണ്ടായിരുന്നു. മാഷുടെ ഓർമ്മകൾക്ക് മധുരമേകി കൽക്കണ്ടവും നുകർന്നാണ് കുട്ടികൾ മടങ്ങിയത്. ഇരിങ്ങാലക്കുട ശ്രീ കുടൽമാണിക്യം ഉത്സവം മെയ് 14-ന് കൊടിയേറുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സൂത്രധാരക്കൂത്ത്, നങ്ങ്യാർകൂത്ത് എന്നിവ കൂത്തമ്പലത്തിൽ അരങ്ങേറുന്നതോടെ ഉത്സവത്തിന്റെ അനുഷ്ഠാന ചടങ്ങുകൾക്കും മറ്റ് ആഘോഷങ്ങൾക്കും തുടക്കം കുറിക്കും. കൊടിപ്പുറത്തെ വിളക്കുദിനത്തിൽ രാവിലെ 8 മണിയോടെ പഞ്ചരത്ന കീർത്തനാലാപനവും തുടർന്ന് തൃപ്പൂണിത്തുറ ജയറാം ഭാഗവതരും സംഘവും അവതരിപ്പിക്കുന്ന സമ്പ്രദായ ഭജനയും നടക്കും. ഉത്സവ നാളുകളിൽ സന്ധ്യാവേല പന്തലിൽ നാഗസ്വരം, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, തായമ്പക എന്നീ വാദ്യവിശേഷങ്ങൾ ഉണ്ടായിരിക്കുമെന്നും ദേവസ്വം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
അനുവദനീയമായതിൽ കൂടുതൽ അളവിൽ വിദേശ മദ്യം കൈവശം വെച്ച സ്വകാര്യ ബസ് കണ്ടക്ടറെ വെള്ളിക്കുളങ്ങര പോലീസ് പിടികൂടി. രണ്ടുകൈ സ്വദേശി വിനായകനാണ് പിടിയിലായത്. ചാലക്കുടി രണ്ടുകൈ റൂട്ടിൽ ഓടുന്ന സ്വകാര്യ ബസ്സിൽ നിന്ന് 5 ലിറ്റർ വിദേശ മദ്യം സഹിതമാണ് ഇയാളെ പിടികൂടിയത്. ഇൻസ്പെക്ടർ ലൈജുമോൻ, SI ഷിജു, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ സതീഷ്, CPOമാരായ വെൽസ്, ജോഷി, വിൽസൺ, ബിനു പള്ളത്തേരി, ദീപക് എന്നിവർ പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ചാലക്കുടി ബീവറേജസ് ഷോപ്പിൽ നിന്ന് മദ്യം വാങ്ങി ബസ്സിൽ സൂക്ഷിച്ച് മലയോര മേഖലയിലെ ആദിവാസികളടക്കമുള്ളവർക്ക് ഇയാൾ വിൽപ്പന നടത്തിവരികയായിരുന്നു. UDF കയ്പമംഗലം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് ഉദ്ഘാടനം ചെയ്തു. UDF പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ CJ പോൾസൺ അധ്യക്ഷത വഹിച്ചു. KPCC എക്സിക്യൂട്ടീവ് അംഗം MK അബ്ദുൾ സലാം, ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭ സുബിൻ, DCC സെക്രട്ടറിമാരായ KF ഡൊമിനിക്, CC ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന ചിറ്റണ്ട മൂശാലിക്കുന്ന് കോളനിയിലെ പൊതു പൈപ്പിൽ വെള്ളം വന്നിട്ട് മാസങ്ങളായെന്ന് പരാതി. എരുമപ്പെട്ടി പഞ്ചായത്തിലെ 7ാം വാർഡിൽ 50ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന കോളനിയിലെ പൈപ്പിലാണ് വെള്ളം എത്താത്തത്. പ്രദേശത്തെ കിണറുകൾ വറ്റി വരണ്ട നിലയിലാണ്. കോളനി നിവാസികൾ കിലോമീറ്ററുകൾ താണ്ടിയാണ് കുടിവെള്ളം കൊണ്ടുവരുന്നത്. മുൻകാലങ്ങളിലുണ്ടായിരുന്ന കുടിവെള്ള പദ്ധതികളെല്ലാം നിശ്ചലമായ അവസ്ഥയിലാണ്. 200ഓളം വരുന്ന കോളനി നിവാസികൾ ശുദ്ധജലത്തിനായി പൊതുപൈപ്പിനെയാണ് ആശ്രയിക്കുന്നത്. വാർഡ് മെമ്പറിനോട് നിരവധി തവണ പരാതിപ്പെട്ടിട്ടും നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ലെന്നും കുടിവെള്ളക്ഷാമം പരിഹരിച്ചില്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും കോളനി നിവാസികൾ പറഞ്ഞു. രചനയിലും അഭിനയത്തിലും മേക്കപ്പിലും വ്യക്തിമുദ്ര പതിപ്പിച്ച കയ്പമംഗലം സ്വദേശി രാജൻ കാഞ്ഞിരക്കോടിന്റെ നാടക ജീവിതം 42ാം വർഷത്തിലേക്ക്. പെരിഞ്ഞനം RM ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ് അവസാനത്തിന്റെ ആരംഭം എഴുതി നാടക ജീവിതത്തിന്റെ തുടക്കം. ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ 1ാം സ്ഥാനം നേടിയ ഈ നാടകത്തെ തുടർന്ന് വിഗ്രഹം, തമസ്, അസ്ഥിമാടം, കൈവിലങ്ങ് തുടങ്ങി 35ഓളം തിരക്കഥകൾ പിറന്നു. ഇതിനിടെ ഗുരുവായൂർ വിശ്വഭാരതിയിലും പാവറട്ടി വിഭജികയിലും നാടകങ്ങൾ ചെയ്തു. നിരവധി വേദികൾ കൈയടക്കിയ നാടകമായിരുന്നു വിശ്വഭാരതിയുടെ യുദ്ധകാന്ഡം. നാടകാഭിനയത്തിനിടെ തേടിവന്ന സിനിമകളാണ് അമ്പിളിയുടെ സ്വന്തം ശാരിക, സുരേഷ് ഗോപി നായകനായ രാഷ്ട്രം, ഒരു ദേശത്തിന്റെ കഥ തുടങ്ങിയവ. സിനിമാ നാടക അഭിനേതാവായിരുന്ന അച്ഛൻ വേലായുധൻ വൈദ്യനിൽ നിന്നാണ് അഭിനയത്തിന്റെ ബാലപാഠങ്ങൾ പകർന്നുകിട്ടിയത്. ഇതിനിടെ മേക്കപ്പിലും ഒരു കൈ നോക്കി. മധുരക്കിനാവ് നാടകത്തിൽ സതീഷ് സംഘമിത്ര അടക്കമുള്ള 35ഓളം ആർട്ടിസ്റ്റുകൾക്ക് ചമയം നൽകാനുള്ള അവസരം വന്നത് വെല്ലുവിളിയായി ഏറ്റെടുത്തു. തൃശ്ശൂർ വിഭജിക തിയേറ്റേഴ്സ്, അങ്ങനെ കുറേ പ്രൊഫഷണൽ ട്രൂപ്പ് തിയേറ്റേഴ്സിലൊക്കെ നമ്മൾ നാടകം ചെയ്യേണ്ടായി. 40 സ്ക്രിപ്റ്റോളം ഞാൻ രചന നിർവഹിച്ചിട്ടുണ്ട്. 2000-3000 നാടകങ്ങൾക്ക് ഞാൻ മേക്കപ്പ് കല അവതരിപ്പിച്ചു കഴിഞ്ഞു. ഈ അമ്പിളി ഡയറക്റ്റ് ചെയ്ത സ്വന്തം ശാരി എന്ന സിനിമയിൽ ഒരു ചെറിയ വേഷം ചെയ്തു. ഒരു ദേശത്തിൻ്റെ കഥ, അതിൽ നല്ലൊരു വേഷമായിരുന്നു. പിന്നെ രാഷ്ട്രത്തിൽ നല്ലൊരു വേഷം ചെയ്തു. നാടകം, സിനിമ, ടെലിഫിലിം, സ്കൂൾ കലോത്സവങ്ങൾ അടക്കം 3000ഓളം സംരംഭങ്ങൾക്ക് ചമയം പൂർത്തിയാക്കിയ ചാരിതാർത്ഥ്യത്തിലാണ് ഇദ്ദേഹം. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാരനായിരുന്ന രാജന്റെ ഭാര്യ പ്രശസ്ത സംഗീതജ്ഞൻ വിദ്യാധരൻ മാഷുടെ സഹോദരി മല്ലികയാണ്. ഫെബ്രുവരിയിൽ ഒമാനിലെ സോഹാർ കരുണ മലയാളി കൂട്ടായ്മ അവതരിപ്പിച്ച ശബ്ദവും വെളിച്ചവും നാടകത്തിലെ അഭിനേതാക്കൾക്ക് മേക്കപ്പ് ചെയ്തത് രാജനാണ്. നാടകത്തിൽ ഇദ്ദേഹത്തിന്റെ മകൻ ചന്തുവാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രവാസ ജീവിതത്തിലെ നൊമ്പരക്കാഴ്ചകൾ പകർത്തിയ ഇത് ഒരു തുടക്കം മാത്രം എന്ന നാടകത്തിന്റെ രചനയാണ് രാജൻ അവസാനമായി പൂർത്തിയാക്കിയത്. TCV ന്യൂസ്, കയ്പമംഗലം. തൃശൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസ് ഉള്ളൂർ മണ്ഡലത്തിൽ പര്യടനം നടത്തി. ചുവന്ന മണ്ണിൽ നിന്നും ആരംഭിച്ച പര്യടനം 40ഓളം കേന്ദ്രങ്ങൾ സന്ദർശിച്ച് അഞ്ചേരിച്ചിറയിൽ സമാപിച്ചു. ഗുരുവായൂർ കുരഞ്ഞിയൂരിലെ അച്ചാർ കമ്പനിയിൽ നിന്ന് പരിസര മലിനീകരണം ഉണ്ടാകുന്നുവെന്ന പരാതിയെ തുടർന്ന് മനുഷ്യാവകാശ സംഘടനാ പ്രവർത്തകർ സ്ഥലം സന്ദർശിച്ചു. ഇന്ത്യൻ നാഷണൽ ഓർഗനൈസേഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ഭാരവാഹികളാണ് കമ്പനിയുടെ പരിസരത്ത് താമസിക്കുന്നവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചത്. സംസ്ഥാന പ്രസിഡന്റ് PS അനിൽ, ജനറൽ സെക്രട്ടറി MR രഞ്ജിത്ത്, ജില്ലാ പ്രസിഡന്റ് AV പ്രസന്നകുമാർ തുടങ്ങിയവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. നാട്ടുകാരുടെ പരാതി കേട്ട ശേഷം കമ്പനി അധികൃതരോട് വിശദീകരണം ആവശ്യപ്പെടുമെന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകർ പറഞ്ഞത്. നാട്ടുകാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ആം ആദ്മി പ്രവർത്തകരും എത്തിയിരുന്നു. ഇടവേള.
അമ്മയ്ക്ക് കളർഫുൾ സാരി. ഇതുടുത്താൽ കല്യാണ പെണ്ണ് തന്നെ. അതെ, ഡിസൈനർ സാരി, സെറ്റ് സാരി, ചുരിദാർ, ഫ്രോക്ക്, കുട്ടികൾക്കുള്ള റെഡിമെയ്ഡ്സ്, ഷർട്ട്, ജീൻസ് ഇതെല്ലാം ഇവിടുന്ന് സെലക്ട് ചെയ്യാനുണ്ട്. സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുവാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വാർത്തകൾ തുടരുന്നു. ദേശീയ സരസ് മേളയുടെ പ്രചരണാർത്ഥം കുന്നംകുളത്ത് ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. DDU GKY പദ്ധതിയുടെ ഇസാഫ് ട്രെയിനിംഗ് സെന്ററിലെ 45 വിദ്യാർത്ഥികളാണ് ഫ്ലാഷ് മോബിൽ പങ്കെടുത്തത്. നഗരത്തിൽ അപ്രതീക്ഷിതമായി നടന്ന ഫ്ലാഷ് മോബ് കാണാൻ നിരവധി പേർ തടിച്ചുകൂടി. 28 മുതലാണ് സരസ് മേള. എളവള്ളി UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ KPCC അംഗം CI സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം UDF ചെയർമാൻ CJ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു. സെബാസ്റ്റ്യൻ ചൂണ്ടൽ, V വേണുഗോപാൽ, CC ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്ത് ബൈക്കിലെത്തിയവർ ഗൃഹനാഥനെ ഹെൽമറ്റ് കൊണ്ട് ആക്രമിച്ചു. കോട്ട പുല്ലയിൽ ആന്റണിയാണ് ഹെൽമറ്റ് കൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചത്. പാൽ വിൽപ്പനയ്ക്കായി വീട്ടിൽ നിന്നും ഇറങ്ങിയ ആന്റണിയോട് മറ്റൊരാളുടെ മേൽവിലാസം ചോദിക്കാനെന്ന വ്യാജേന എത്തിയവർ ആക്രമിക്കുകയായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റ ആന്റണിയെ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവെൻഷൻ നടന്നു. ടൗൺ ഹാളിൽ നടന്ന കൺവെൻഷൻ VT ബലറാം MLA ഉദ്ഘാടനം ചെയ്തു. UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. മുൻ MLA PA മാധവൻ, DCC ഭാരവാഹികളായ KC ബാബു, CI ഇട്ടി മാത്തു, ബിജോയ് ബാബു, സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട് നിയമസഭാ മണ്ഡലങ്ങളിലെ സെക്ടർ ഓഫീസർമാർക്ക് പരിശീലനം നൽകി. തെരഞ്ഞെടുപ്പിന്റെ വിവിധ പ്രവർത്തനങ്ങൾ നിർവഹിക്കാനും നേതൃത്വം നൽകാനും നിയന്ത്രിക്കാനും സെക്ടർ ഓഫീസർമാരെ പ്രാപ്തമാക്കുന്ന നിലയിലാണ് പരിശീലനം നൽകിയത്. കുറ്റമറ്റ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കാൻ സ്വീകരിക്കേണ്ട മുൻകരുതലുകളും നടപടിക്രമങ്ങളും വോട്ടിംഗ് യന്ത്രം പ്രവർത്തിപ്പിക്കലും സംബന്ധിച്ചുള്ള ക്ലാസുകളാണ് നടന്നത്. K കൃഷ്ണകുമാർ, AH അഹമ്മദ് നിസാർ തുടങ്ങിയവർ ക്ലാസ്സെടുത്തു. 3 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നുള്ള 57 സെക്ടർ ഓഫീസർമാരാണ് ഏകദിന പരിശീലനത്തിൽ പങ്കെടുത്തത്. പ്രതിസന്ധികളോട് പടവെട്ടി മണ്ണിൽ പൊന്നു വിളയിക്കാനുള്ള പെടാപ്പാടിലാണ് ശിവരാമൻ എന്ന കർഷകൻ. 3 ഏക്കർ പാടത്ത് നവരനെൽ വിത്തിറക്കിയാണ് ഈ കർഷകൻ അതിജീവന മാതൃകയാകുന്നത്. പൂലാനി പുത്തൻ വീട്ടിൽ ശിവരാമന് തന്റെ കൃഷി സാമ്രാജ്യം വിട്ടൊഴിയേണ്ടി വന്നതിന് പിന്നിൽ ദുരനുഭവങ്ങൾ നിരവധി. അതിവർഷത്തിന്റെ കൊടും ചതി ആദ്യം വില്ലനായി, തൊട്ടുപിറകെ ഭൂവുടമകളുടെ ചൂഷണവും. എന്നിട്ടും മണ്ണിനെ സ്നേഹിക്കുന്ന ഇയാൾ കാർഷിക പടക്കളത്തിൽ പോരാടാൻ തന്നെയാണ് നീക്കം. കഴിഞ്ഞ 5 വർഷം കൃഷി നടത്തിയത് 42 ഏക്കറിൽ, മുഴുവനും പാട്ടത്തിനെടുത്ത സ്ഥലം. 12 ഏക്കറിൽ ജൈവ പച്ചക്കറി, 20 ഏക്കർ കപ്പ, ബാക്കിയെല്ലാം വാഴകൾ. കപ്പലണ്ടി, കൂർക്ക അങ്ങനെ നീളുന്നതായിരുന്നു ശിവരാമന്റെ ഹരിതഭൂമി. 1 കോടി രൂപയിലധികം വിലമതിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളുമായി ഇയാളുടെ കുടുംബവും 2 ഡസനോളം തൊഴിലാളികളും നിതാന്ത ജാഗ്രതയിൽ മുന്നേറുമ്പോഴായിരുന്നു ദുരന്തങ്ങളുടെ പടപ്പുറപ്പാട്. ആദ്യം ചെറിയ വെള്ളപ്പൊക്കം, ഒടുവിൽ മഹാപ്രളയവും. 1.5 മാസത്തോളം നീണ്ട പ്രകൃതിയുടെ വികൃതിയിൽ പിണ്ടാണിയിലെ കരിങ്കാമ്പിള്ളി പാടശേഖരത്തിലെ ആ വലിയ കൃഷിത്തോട്ടത്തിന് തായ്വേര് പോലും നഷ്ടപ്പെട്ടു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിശ്ചയിച്ചതാകട്ടെ 5.5 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരവും. പിടിച്ചു നിൽക്കാനുള്ള ശ്രമം ഭൂവുടമകളും ഇല്ലാതാക്കി. 1 ഏക്കറിന് 30,000 രൂപ പാട്ടത്തുക വേണമെന്ന അവരുടെ ആവശ്യം പ്രളയത്തെക്കാൾ വലിയ ആഘാതമായി. പ്രകൃതിയും മനുഷ്യരും വെല്ലുവിളിക്കുമ്പോഴും വിഷരഹിതമായ കൃഷി ഉൽപ്പന്നങ്ങളുടെ സൃഷ്ടിയിൽ നിന്നും ശിവരാമന് പിൻവാങ്ങാനാവില്ല. മൂർക്കനാട് പാടത്തെ നവര നെൽകൃഷി ഇതിന് തെളിവാണ്. പൂത്തിരുത്തി തോട്ടിൽ നിന്നും യഥേഷ്ടം വെള്ളം കിട്ടുന്നതിനാൽ ആവശ്യക്കാർ ഏറെയുള്ള നവരകൃഷിക്ക് 100 മേനി വിളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയാണെന്ന് ശിവരാമൻ പറയുന്നു. നവരകൃഷിയുടെ പ്രചാരണാർത്ഥം 100 രൂപ വിലയുള്ള വിത്ത് ഇത് പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് 80 രൂപയായിട്ട് കർഷകർക്ക് കൊടുക്കാമെന്നും അവരതിൻ്റെ കേടുപാടുകളും പോരായ്മകളും നോക്കി പരിപാലിക്കുന്ന രീതിയിലേക്ക് നല്ല കർഷകരെ കണ്ടെത്തി ഇത് പ്രചരിപ്പിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളും ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ കാണുന്ന സ്ഥലത്ത് 3 ഏക്കർ സ്ഥലത്ത് ഞാൻ നവരകൃഷി വിത്തിറക്കി ഇപ്പോൾ ഒരു 12 ദിവസം പിന്നിട്ട് കഴിഞ്ഞു. നാച്ചുറലായ രീതിയിൽ
നമ്മുടെ കുടുംബാംഗങ്ങൾക്കും നമ്മുടെ പ്രദേശത്തെ ജനങ്ങൾക്കും കഴിക്കത്തക്ക രീതിയിൽ വിഷമുക്തമായ രീതിയിൽ കൊടുക്കുന്നതിനുള്ള ഉദ്ദേശമാണ്. കഴിഞ്ഞ മുണ്ടകനാൽ പൊന്മണി നെല്ലിന്റെ 100 മേനി കരക്കെത്തിച്ചതിന്റെ ആത്മവിശ്വാസവുമുണ്ട് ഈ 42കാരന്. നെൽകൃഷിക്കായി വെള്ളം എത്തിയതോടെ പരിസരത്തെ കിണറുകൾക്കും പ്രയോജനമായെന്ന് ശിവരാമൻ പറയുന്നു. പ്രതിസന്ധികളെ തരണം ചെയ്ത് നെൽകൃഷി വ്യാപിപ്പിക്കാനാണ് നിരവധി തവണ കർഷക പട്ടങ്ങൾ ചൂടിയ ശിവരാമന്റെ നീക്കം. TCV ന്യൂസ്, ചാലക്കുടി. ഡിവൈഎഫ്ഐ ആലങ്ങാട് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഒല്ലൂർ ഏരിയ കമ്മിറ്റി അംഗം ജോസ് തെക്കേത്തല ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KS വിഷ്ണു അധ്യക്ഷത വഹിച്ചു. തൃക്കൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KC സന്തോഷ്, ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് EN അനിൽകുമാർ, സെക്രട്ടേറിയറ്റ് അംഗം KS റോസൽ രാജ് തുടങ്ങിയവർ സംസാരിച്ചു. NDA ഗുരുവായൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പേജ് പ്രമുഖ് സംഗമം നടത്തി. ഗുരുവായൂർ ടൗൺഹാളിൽ നടന്ന സംഗമം BJP തൃശൂർ ജില്ലാ പ്രസിഡന്റ് A നാഗേഷ് ഉദ്ഘാടനം ചെയ്തു. BJP ഗുരുവായൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് KR അനീഷ് അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രീയ സ്വയം സേവക സംഘം പ്രാന്തീയ സേവാ പ്രമുഖ് A വിനോദ് കുമാർ, BDJS ജില്ലാ ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത്, മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് C നിവേദിത തുടങ്ങിയവർ സംസാരിച്ചു. UDF തൃശൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി TN പ്രതാപൻ മറ്റത്തൂർ, പറപ്പൂക്കര പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി. ആരാധനാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ, ഓട്ടോറിക്ഷ, ടാക്സി സ്റ്റാൻഡുകൾ എന്നീ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തി. സെബി കുടിയൻ, KM ബാബുരാജ്, സോമൻ മുത്രത്തിക്കര തുടങ്ങിയവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. വെങ്കിടങ്ങ് UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA റഷീദ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് മണികണ്ഠൻ മഞ്ചറമ്പത്ത് അധ്യക്ഷനായിരുന്നു. CA സെബാസ്റ്റ്യൻ, PK രാജൻ, VG അശോകൻ, സെബാസ്റ്റ്യൻ ചൂണ്ടൽ, ജോസ് പോൾ T തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷയരോഗ ദിനാചരണത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയും നഗരസഭയും സംയുക്തമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. എങ്കക്കാട് വായനശാലയിൽ നടന്ന ചടങ്ങ് കൌൺസിലർ VP മധു ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ സുജയ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ അനു ജോസ് ക്ലാസ്സെടുത്തു. ദീപക്, ഡോണി, ശ്രീകല തുടങ്ങിയവർ സംസാരിച്ചു. പാലയൂർ കൺവെൻഷന്റെ പ്രചരണാർത്ഥം നടത്തിയ പതാക ദീപശിഖ പ്രയാണങ്ങൾക്ക് അതിരൂപതയിലെ വിവിധ ദേവാലയങ്ങളിൽ സ്വീകരണം നൽകി. 5 ദിവസം നടക്കുന്ന കൺവെൻഷൻ വേദിക്ക് മുന്നിൽ പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്ത് ദീപശിഖ സ്ഥാപിച്ചു. തീർത്ഥകേന്ദ്രം സഹവികാരി ഫാദർ സിൻഡോ പൊന്തേക്കൻ പതാക ഉയർത്തി. മാർച്ച് 29 മുതൽ ഏപ്രിൽ 2 വരെ വൈകിട്ട് 4:30 മുതൽ രാത്രി 9 വരെയാണ് കൺവെൻഷൻ. ബിജു ആൻഡോ, EF ആന്റണി, CM ജസ്റ്റിൻ ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. ഡോക്ടർ പൗലോസ് മാർ പൗലോസ് അനുസ്മരണവും ദേശാഭിമാനവും തീവ്ര ദേശീയതയും എന്ന വിഷയത്തിൽ സ്മാരക പ്രഭാഷണവും തൃശൂരിൽ നടന്നു. ഡോക്ടർ മാർ അപ്രൈം മെത്രാപ്പൊലീത്ത അനുസ്മരണ പ്രഭാഷണം നടത്തി. ഡോക്ടർ യുഹന്നാൻ മോർ മിലിത്തോസ് മെത്രാപ്പൊലീത്ത അധ്യക്ഷനായിരുന്നു. ഡോക്ടർ KN ഗണേഷ് സ്മാരക പ്രഭാഷണം നടത്തി. ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് പോൾ C ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കല്ലൂർ മംഗലം തണ്ടിൽ ചാരായം വാറ്റുന്നതിനിടെ പാചകവാതകം ചോർന്ന തീപിടുത്തം, 1.5 ഏക്കർ റബ്ബർ തോട്ടം കത്തി നശിച്ചു. പ്രളയത്തിൽ വീട് നഷ്ടമായതോടെ തൊഴുത്തിന് സമാനമായ ഒറ്റമുറി വീട്ടിൽ താമസമാക്കി ഒരു കുടുംബം. പശുവിനും ആടിനും താറാവിനും ഒപ്പം അന്തി ഉറങ്ങുകയാണ് അന്തിക്കാട്ടെ 6 അംഗ കുടുംബം. ഗുരുവായൂർ നഗരസഭയുടെ അമൃത് പദ്ധതിയിലെ കാന നിർമ്മാണം നാട്ടുകാർ തടഞ്ഞു. നിർമ്മാണത്തിനിടെ കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടുന്നത് പതിവായതിനെ തുടർന്നാണ് കാന നിർമ്മാണം തടഞ്ഞത്. ചെറുതുരുത്തി തടയണയിലൂടെ വെള്ളം ചോരുന്നു. ദിനംപ്രതി ഒഴുകിപ്പോകുന്നത് ആയിരക്കണക്കിന് ലിറ്റർ വെള്ളം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.